അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട പൊന്നുമക്കളെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. നമ്മുടെ ചുറ്റിലും നടക്കുന്ന പലവിധ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചുറ്റിലും നടക്കുന്നുള്ളൂ. പക്ഷേ പലപ്പോഴും രക്ഷിതാക്കൾ, അധ്യാപകർ, കുട്ടികൾ പകച്ചു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അറിവ് കിട്ടിയിട്ട്, അല്ലെങ്കിൽ അറിവ് ലഭിച്ചിട്ട്, മനുഷ്യന് ഇത്രയധികം ബുദ്ധി കിട്ടിയിട്ട് അത് ശരിക്കും പ്രയോജനപ്പെടുത്താതെ നാശത്തിലേക്കും ദുരന്തത്തിലേക്കും പോകുന്ന സ്ഥിരം കാഴ്ചകൾ എല്ലാ ദിവസവും പത്രം മാത്രം വായിച്ചാൽ മതി, കാണാൻ പറ്റും. എല്ലാ ദിവസവും പത്രത്തിൽ കാണുന്ന വാർത്തകൾ നമ്മുടെ ചുറ്റിലും നടക്കുന്ന അശ്രദ്ധ, അറിവില്ലായ്മ, അറിവുണ്ടായിട്ട് അത് ഉപയോഗിക്കാത്തതിൻ്റെ കുഴപ്പം. എന്തുതന്നെയായാലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, മയക്കുമരുന്ന് മാത്രമല്ല ഇന്ന് കുട്ടികളെ ബാധിച്ചിരിക്കുന്ന വിഷയം. ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ മയക്കുമരുന്ന് ചിലപ്പോൾ എടുത്തും കൂടി എത്തിയിട്ടുണ്ടാവില്ല കുട്ടികളുടെ അടുത്ത്. പക്ഷെ മയക്കുമരുന്നിനെ പോലെ തന്നെ അപകടകരമായ മറ്റു രണ്ട് കാര്യങ്ങൾ അത് എല്ലാ സ്കൂളിലും എത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒന്ന് പ്രണയലഹരിയാണ്, മറ്റൊന്ന് മൊബൈൽ ഗെയിം അഡിക്ഷനാണ്. ഈ രണ്ട് കാര്യവും ഒപ്പം തന്നെ മയക്കുമരുന്നും, മൂന്നിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺസിക്വൻസ് എന്ന് പറയുന്ന ഏതാണ്ട് സെയിമാണ്. ഈ മൂന്നിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളും ജയിലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ജയിലിലേക്ക് പോകുന്നു. ഈ മൂന്നിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് കാര്യത്തിൽ പിന്നാലെ പോകുന്ന ആളുകളുടെ അവസ്ഥ. അതിനേക്കാൾ ഉപരി ഈ മൂന്ന് കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ട്, സമനില തെറ്റിക്കൊണ്ട് ഭ്രാന്താശുപത്രിയിലേക്കും പോകുന്നുണ്ട്, ദാരുണമായി മരണപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇവരെ പുറത്താക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇവരെ ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ട്. അല്ലാണ്ട് മയക്കുമരുന്നോ മദ്യത്തിനും മാത്രമല്ല ഈ പ്രശ്നങ്ങൾ. മൊബൈൽ ഗെയിം തുടങ്ങി, മൊബൈൽ അഡിക്ഷൻ തുടങ്ങി, പ്രണയം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ചുരുക്കിയാണ് ഞാനത് വിശദീകരിക്കാതെ പറഞ്ഞത്. ഇന്ന് തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് TV കണ്ടപ്പോൾ വന്ന വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. ഈ പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അടൂര്, കോട്ടയം ജില്ലയിലെ അടൂര് ഒരു +2 വിദ്യാർത്ഥി പനി ബാധിച്ച് മരിച്ചു. പനി ബാധിച്ച് മരിച്ചപ്പോൾ അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ +2കാരി ഗർഭിണിയാണ്. ഇന്ന് DNA റിസൾട്ട് വന്നിട്ടുണ്ട്. സഹപാഠിയാണ് ഇതിന് ഉത്തരവാദി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും +2 പഠിക്കുന്ന കുട്ടികളല്ലേ, കുറച്ചുകൂടി മുതിർന്ന് വലുതായിരുന്നിരിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ എടുത്തു തന്നെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഗർഭിണിയായിരുന്നു. അതിന് കാരണക്കാരനായ 19കാരനെ പോക്സോ ആക്ട് പ്രകാരം ജയിലിലടച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി മൊബൈൽ ഗെയിം അഡിക്ഷൻ മൂലം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. അതായത് ജനിക്കുമ്പോൾ തന്നെ ഈ മൊബൈൽ കൊടുത്തപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ല ഇത്രമാത്രം ദുരന്തങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത്. ഇന്ന് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ മൊബൈൽ ഗെയിം അഡിക്ഷൻ മൂലം ഭ്രാന്തനായിക്കൊണ്ട് അമ്മയോട് സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്രോച്ച് ചെയ്തെന്നുള്ളത് നമ്മളെടുത്ത് നടന്ന സംഭവമാണ്. ഇപ്പം അമ്മയും മോനും ഒരു വീട്ടിലല്ല നിൽക്കുന്നത്. അപ്പം നിങ്ങൾ മൊബൈൽ തുടങ്ങി എന്ത് കാര്യങ്ങളെയും സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ കണ്ണീര് പൊഴിക്കേണ്ടി വരും. അത്രേ എനിക്കിതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നിൽ ഉണർത്താനുള്ള കാര്യം.
മറ്റൊന്നുള്ളത് മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോയി അതിലുള്ള പ്രശ്നം ഭീകരമാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ ജില്ലയിലാണ് ഇരട്ട കൊലപാതകം നടന്നത്. മനുഷ്യ മനസ്സിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഇരട്ട കൊലപാതകം നടന്നത് നമ്മുടെ ജില്ലയിലാണ്. അമ്മൂമ്മയുടെ കഴുത്തറുത്തുകൊണ്ട് അപ്പൂപ്പനെയും കൊലപ്പെടുത്തിയത് നമ്മുടെ ജില്ലയിലാണ്. അത് മയക്കുമരുന്നിൻ്റെ പ്രശ്നങ്ങൾ. അപ്പം ഇത്തരം കാര്യങ്ങൾ അനുദിനം പത്രങ്ങളിൽ വരുന്ന വാർത്തകളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അല്ലാതെ പലയിടത്തും നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാൻ യാതൊരു വഴിയില്ല. അപ്പോൾ പത്രം വായിക്കുക കൃത്യമായിട്ട്. രക്ഷിതാക്കൾ പത്രം വായിച്ച് കൃത്യമായിട്ട് വിശകലനം ചെയ്യണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇപ്പം ഈ അടുത്ത ദിവസം നടന്നൊരു ആക്സിഡൻറ്റ്, 18 വയസ്സുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടവേര വാഹനം KSRTCയിൽ കൂട്ടിയിടിച്ച് 5 പേര് അന്ന് മരിക്കുകയും പിന്നീട് ഒരാൾ മരിക്കുകയും, അങ്ങനെ 6 പേര് മരിച്ചിട്ടുണ്ട്. ഒക്കെ 18 വയസ്സാണ്. അപ്പം അതിൽ പത്രം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് വിശദമായിട്ട് വായിക്കണം. 18 വയസ്സുള്ള കുട്ടികൾ മരിക്കുന്നു എന്ന് കാണുമ്പോൾ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് വായിച്ചു നോക്കിയാൽ അതിൽ ഉത്തരങ്ങളും കാണാം. അതിലൊരുത്തൻ, ഒരു നല്ല മോൻ വിളിച്ചു പറയുന്നുണ്ട്, തലേ ദിവസം വിളിച്ചു പറയുന്നു, അമ്മയോട് വിളിച്ചു പറയുന്നു, ഞാൻ സിനിമയ്ക്ക് പോകണമെന്ന് വിളിച്ചു പറയുന്നു. നല്ല മോൻ പറഞ്ഞിട്ടാണല്ലോ പോണത്. പക്ഷെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, മഴയാണ്, സിനിമയ്ക്ക് പോണ്ട. എന്നെ കേൾക്കുന്ന പൊന്നുമക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ മാതാപിതാക്കൾ പറയുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ അവഗണിച്ചാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഭിത്തിയിൽ പടമാകും, മരിച്ചു പോകും, വേറൊന്നും സംഭവിക്കില്ല. അമ്മ പറഞ്ഞ ആ നിർദ്ദേശം ലംഘിച്ച ആ മകൻ ഇന്ന് ജീവനോടെ ഇല്ല. ഇതേപോലെ പൊന്നുമക്കള്, എന്നെ കേൾക്കുന്ന മക്കളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട കാര്യം, ട്യൂഷനും സ്കൂളിലൊക്കെ നിങ്ങളെ വിട്ടുകഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവിടെ പോയിട്ട് കൃത്യമായി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ നിങ്ങളെ എങ്ങോട്ടാണോ വിടുന്നത്, ട്യൂഷനാണെങ്കിൽ ട്യൂഷൻ, സ്കൂളാണെങ്കിൽ സ്കൂൾ, അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അങ്ങോട്ട് പോയി കൃത്യമായി തിരിച്ചു വരണം. കൃത്യമായൊരു വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മാർഗത്തിൽ നിന്ന് നിങ്ങൾ എപ്പൊക്കെ വ്യതിചലിക്കുന്നോ, ഒരു സ്റ്റെപ്പ് നിങ്ങളെടുത്ത് മാറ്റി വെക്കുന്നോ, അപ്പം മുതൽ നിങ്ങളുടെ ദുരന്തങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ വർഷം ഇതേപോലെ മഴക്കാലമായപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കുട്ടികൾക്ക് അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവധി പ്രഖ്യാപിക്കുന്നത്, അല്ലാതെ പുഴയിലും കുളത്തിലും പോയി കുളിക്കാനല്ല. അപ്പോൾ ട്യൂഷൻ അവധി ഉണ്ടായിരുന്നില്ല. ട്യൂഷൻ അവധി ഉണ്ടാവാത്തത് കൊണ്ട് ഒരു വീട്ടിലെ 2 മക്കൾ, 7ലും 5ലും പഠിക്കുന്ന മക്കളെ ട്യൂഷന് വിട്ടു. അപ്പൊ ട്യൂഷന് വിട്ടാൽ പൊന്നു മക്കളെ ട്യൂഷനാ പോകേണ്ടത്, വേറെ എവിടെയും പോകാൻ പാടില്ല. ഈ മക്കൾ ട്യൂഷന് പോവാതെ അടുത്തുള്ള കരിങ്കൽ കോറിയിൽ ഇറങ്ങി കുളിച്ചു. 2 മക്കളും ഭിത്തിയിൽ പടമാണ്. എന്താണ് സംഭവിച്ചത്? രക്ഷിതാക്കള് ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകും. അങ്ങനെ ദിനം പ്രതി ഇത് കുട്ടികൾ മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, മുതിർന്നവരും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് ഉദാഹരണ സഹിതം മക്കളെടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് ഇന്ന കാരണം കൊണ്ട് പോയ ആൾക്ക് വന്ന കാര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളെല്ലാവരും ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്ന മാർഗനിർദ്ദേശങ്ങളും നമ്മുടെ അധ്യാപകർ തന്ന ഊർജപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് മുതൽക്കൂട്ടാണ്. അപ്പം മാതാപിതാക്കൾക്കും കൃത്യമായ റോളുണ്ട്. മക്കളെ നല്ല രീതിയിൽ വളർത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് പറയണത്. പുതിയൊരു ട്രെൻഡ്, ലഹരി എന്ന് പറയുമ്പോൾ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലായി. ഒപ്പം ഇപ്പോൾ ഒരു ട്രെൻഡ് കാണുന്നതാണ് മോശം വാക്കുകൾ പറയുന്ന ഒരു ട്രെൻഡ്. അവരോടൊരു താല്പര്യമുള്ള കുട്ടികൾ, തെറിവാക്കുകൾ പറയുന്ന ആളുകളോടൊരു താല്പര്യം. ഞാനൊരു ഉദാഹരണം പറയാം, കൃത്യമായിട്ട് പത്രത്തിൽ തന്നെ വാർത്തയാണ്. ഒരു ജില്ലയിൽ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് ഇങ്ങനെ തെറി പറയുന്ന ഒരാളെയാണ് കട ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത്. അന്ന് അവിടെ റോഡ് ബ്ലോക്കായി. ആ ബ്ലോക്കാക്കിയത് ആരെന്നറിയാം നിങ്ങൾക്ക്? ചെറിയ സ്കൂൾ കുട്ടികളാണ്. അപ്പൊ ഇത്തരം മോശം പ്രവണത കാണുന്ന ഒരു കാര്യത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന വിദ്യാർത്ഥി സമൂഹം ശ്രദ്ധിക്കണം, ജാഗരൂകരാകേണ്ടതുണ്ട്. ഈ തെറിയും മറ്റു കാര്യങ്ങളും ഒരിക്കലും ഒരു ടെക്സ്റ്റ് ബുക്കിലും ഇല്ല, ഒരു സ്കൂളിലും ഇല്ല. എവിടെ നിന്ന് പഠിക്കുന്നു? മിക്കവാറും സ്വന്തം വീട്ടിൽ നിന്നായിരിക്കും ഇത് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ കുട്ടി ഇടപഴകുന്ന ആളുകളിൽ നിന്നായിരിക്കാം ഇത് പഠിക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ കുട്ടികൾ മോശമായി വരികയും
കുട്ടികൾ ആവശ്യമില്ലാത്ത രീതിയിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന കാര്യം മറക്കരുത്. മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് രക്ഷിതാക്കൾക്ക് സാധിക്കണം. സിഗരറ്റ് തുടങ്ങി മദ്യം തുടങ്ങി ഉള്ള കാര്യങ്ങൾ ഒരു വീട്ടിലും ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യാതിരുന്നിട്ട് വേണം മക്കളെ ഉപദേശിക്കാനായിട്ട് കൃത്യമായിട്ട്. അപ്പൊ ഞാൻ കൂടുതൽ ഈ ദിവസത്തിൽ എനിക്ക് പറയാനായിട്ട് നിർവാഹമില്ല. തീർച്ചയായിട്ടും ഇതൊരു വിശദമായ ക്ലാസ് തരാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. തീർച്ചയായിട്ടും ഇനിയും അവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകളൊക്കെ തരാം. അപ്പോൾ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തണമെന്നും ഒപ്പം തന്നെ നമ്മളിലുള്ള ദുശീലങ്ങൾ, അത് മൊബൈലായിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഈ സംഭവം നമ്മൾ തന്നെ കുറച്ചു കൊണ്ടുവന്ന് മക്കളെ അതിൽ നിന്ന് മുക്തരാക്കിയാൽ മാത്രമേ നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഈ വർഷം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നൊരു വാക്കാണ്. തലച്ചോറിൽ മന്ദിപ്പുണ്ടാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു വാക്ക് തിരഞ്ഞെടുത്തതിന് കാരണം ഈ മൊബൈൽ ഉപയോഗത്തിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടാണ്. അപ്പോൾ കൂടുതൽ ഇതിലേക്കൊന്നും വരുന്നില്ല. എന്നെ കേട്ട എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്നും ഈ മക്കള് നല്ല രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പുലർത്തിക്കൊണ്ട് ആകാശത്തിന് കീഴെ ഏത് ജോലി ആഗ്രഹിച്ചാലും നമ്മുടെ പൊന്നുമക്കൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തീവ്രമായ ആഗ്രഹം ഉണ്ടായിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. 3, ഒരു ദുശീലവും പാടില്ല. ഐ റിപ്പീറ്റ്, ഒരു ദുശീലവും പാടില്ല. ദുശീലം ഉണ്ടെങ്കിൽ കിട്ടിയ ജോലി പോവും. പ്രത്യേകിച്ച് ഒരു ടെക്സ്റ്റ് ബുക്കിലും ഇല്ലാത്തൊരു കാര്യമാണ് കൈക്കൂലി വാങ്ങരുത് എന്നുള്ളത്. ഒരു ടെക്സ്റ്റ് ബുക്കിലും ഇല്ല. പക്ഷെ അത് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കഷ്ടപ്പെട്ട് വാങ്ങിച്ച് കിട്ടുന്ന ജോലി ഉപേക്ഷിക്കേണ്ടി വരും. കുറെ ആളുകളെ അങ്ങനെ ശിക്ഷിക്കുന്നുണ്ട്. നല്ലൊരു ജോലി കിട്ടിയിട്ട് 44 സർക്കാർ ജീവനക്കാരെ പോലും 1 കോടി രൂപ പിഴയ്ക്കും 9 വർഷത്തെ കഠിന തടവിനും ശിക്ഷിച്ചത് ഈ അടുത്താണ്, കൈക്കൂലി വാങ്ങിച്ചതിന്. അപ്പൊ കിട്ടുന്ന ജോലി നഷ്ടപ്പെടും. ഇനി പഠിക്കുന്ന സമയത്ത് പ്രണയം പോലെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയാലും അതൊരു ദുശീലമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിക്കോളൂ. അപ്പൊ കിട്ടിയ ജോലി MBBS കിട്ടിയിട്ട് പോലും അത് മുഴുവനാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കളവ്, ഇത്തരം കാര്യങ്ങളൊന്നും ഒരു കുട്ടിയിലും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്താണ് അതിന്റെ പ്രശ്നം? ജോലി കിട്ടിയിട്ട് ഒരു കൊട്ട മാങ്ങ മോഷ്ടിച്ചതിന് സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. ഒരു കൊട്ട മാങ്ങ മോഷ്ടിച്ചതിന് ഒരു ലോറി മാങ്ങ വാങ്ങിയാൻ കാശുണ്ട്, ശമ്പളം. എന്നിട്ട് ഒരു കൊട്ട മാങ്ങ മോഷ്ടിച്ചു. ഇതാരാണ് മോഷ്ടിക്കുന്നറിയോ? ചെറുപ്പകാലഘട്ടത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ മോഷണം നടത്തുന്ന മക്കളാണ്. അപ്പൊ ഇതൊക്കെ തിരുത്തി പറഞ്ഞു കൊടുക്കണം. ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ എത്ര നല്ല ജോലി കിട്ടിയാലും മുഴുവനാക്കാൻ പറ്റില്ല. 4, വിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടെ കൃത്യമായിട്ട് പറയുന്നു, മക്കളെ അഭിസംബോധന ചെയ്യുന്നത് പൊന്നുമോനെ എന്നാണ്, കുഞ്ഞുമോനെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്, അല്ലാതെ പ്രാഗിക്കൊണ്ടല്ല. അപ്പൊ ഒരു മക്കളെയും പ്രാകാനായിട്ട് പാടില്ല. മോശം വാക്കുകൾ ഒരു മക്കളോടും പറയാൻ പാടില്ല. നന്നാവില്ല എന്ന് പറയാൻ പാടില്ല. അതേപോലെ തന്നെ കേൾക്കുന്ന മക്കള് ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആനില് നിങ്ങളൊക്കെ പഠിക്കുന്ന മക്കളല്ലേ, സൂറത്തുൽ അഹ്കാഫ് ആയത്ത് നമ്പർ 15 വായിച്ചു നോക്കിക്കോ. ഒരു മാതാപിതാക്കളോട് എങ്ങനെയാണ് കടമയെന്ന് കൃത്യമായിട്ട് അതില് വ്യക്തമായിട്ടൊരു നീണ്ട സൂറത്താണ്. ഇത് വായിച്ച് മനസ്സിലാക്കി നോക്കാം. അപ്പൊ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എന്ത് തന്നെ ആയാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തണം. 5, എല്ലാറ്റിനുപരി ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആകാശത്തിന് കീഴെ ഏത് ജോലി ആഗ്രഹിച്ചാലും നമ്മുടെ മക്കൾക്ക് കിട്ടും. അത് കാണാനും അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ സമൂഹത്തിന് സേവനം ചെയ്യുന്ന മക്കള്, അങ്ങനെ നമുക്ക് കൺകുളിക്കെ കാണാനായിട്ട് നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.